ആവശ്യം. നിങ്ങളുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നു? എന്റെ 1ാം ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, എന്റെ 4ാം ക്ലാസ്സിലും ഉണ്ട്. ഈ 2 ക്ലാസ്സും കൂടി ഒരു ഒറ്റ ക്ലാസ്സിലായിട്ടാണ് ആ കാണുന്ന 60 ലക്ഷം രൂപയ്ക്ക് വെച്ച 2 ക്ലാസ് റൂം, ആ 2 ക്ലാസ് റൂമിലാണ് ഇരുന്ന് ഇത്തരം ഞങ്ങളുടെ LKG മുതൽ 4ാം ക്ലാസ് വരെ ഈ 2 ക്ലാസ് റൂമിലാണ് ഇത് പഠിക്കുന്നത്. ഈ ചൂടത്ത് എങ്ങനെ ഇരുന്ന് പഠിക്കും പിള്ളേരെ? അതിന് ഡെസ്ക് അടക്കം വേറെ ക്ലാസ് റൂം ഇല്ല, സെപ്പറേറ്റ് ക്ലാസ് റൂം ഇല്ല എന്നാണ്. 2 ക്ലാസ് റൂം ഇതായിരുന്നു. ഇതിന് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേപോലെ ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞ് പിള്ളേർ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിടത്തു നിന്ന് കുഞ്ഞുങ്ങളെ വലിച്ച് പുറത്തിട്ടിട്ടാണ് ഇതിന്റെ ഫിറ്റ്നസ് കട്ട് ചെയ്തത്. അപ്പൊ അതിന് അടുത്തയിലെ കോയിൽമുക്ക് LP സ്കൂളിലാണ് ഇത്തരത്തിൽ ഒരു അധ്യാപകരുടെ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞാണ് രക്ഷിതാക്കൾ പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ തവണയും ഇതുവരെ സമാനമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇപ്പോൾ രക്ഷിതാക്കളൊക്കെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്നത്. എന്താണ് ചേച്ചി, എന്താ പ്രശ്നം? ഇതിന് കഴിഞ്ഞ വർഷം ഫിറ്റ്നസ് ഇല്ലായിരുന്നു. ഇപ്പം ഫിറ്റ്നസിനേക്കാൾ ഭേദം ഞങ്ങൾക്ക് ക്ലാസ് റൂം ഇല്ല. 1ാം ക്ലാസ് LKG മുതൽ 4ാം ക്ലാസ് വരെ 2 ക്ലാസ് റൂമിലായിട്ട് അടുക്കിയിരുന്നാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾക്ക് ഓരോ കുട്ടികൾക്ക് ഓരോ ക്ലാസ്സിനും ഓരോ ക്ലാസ് റൂം നിർബന്ധമായിട്ട് വേണം. ഇതിന് കഴിഞ്ഞ പ്രാവശ്യം ഫിറ്റ്നസ് കട്ട് ചെയ്തിട്ട് പോയി. ഇതുവരെ ഇതിന് ഒരു ഒന്നും ഒരു മെയിൻ്റെനൻസ് പോലും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഇതിന് 2 ക്ലാസ് റൂമിലും ഫിറ്റ്നസും തരണം. ഞങ്ങളുടെ എല്ലാ കുട്ടികളും ഓരോ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുകയും വേണം. ഞങ്ങൾക്ക് അതാണ് ആവശ്യം. ഞങ്ങൾ അത് നടത്തും സമ്മതിക്കത്തുള്ളൂ. പ്രവേശനോത്സവം ഇപ്പൊ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതാണ് ആവശ്യം. നിങ്ങളുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നു? എന്റെ 1ാം ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, എന്റെ 4ാം ക്ലാസ്സിലും ഉണ്ട്. ഈ 2 ക്ലാസ്സും കൂടി ഒരു ഒറ്റ ക്ലാസ്സിലായിട്ടാണ് ആ കാണുന്ന 60 ലക്ഷം രൂപയ്ക്ക് വെച്ച 2 ക്ലാസ് റൂം, ആ 2 ക്ലാസ് റൂമിലാണ് ഇരുന്ന് ഇത്തരം ഞങ്ങളുടെ LKG മുതൽ 4ാം ക്ലാസ് വരെ ഈ 2 ക്ലാസ് റൂമിലാണ് ഇത് പഠിക്കുന്നത്. ഈ ചൂടത്ത് എങ്ങനെ ഇരുന്ന് പഠിക്കും പിള്ളേരെ? അതിന് ഡെസ്ക് അടക്കം വേറെ ക്ലാസ് റൂം ഇല്ല, സെപ്പറേറ്റ് ക്ലാസ് റൂം ഇല്ല എന്നാണ്. 2 ക്ലാസ് റൂം ഇതായിരുന്നു. ഇതിന് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേപോലെ ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞ് പിള്ളേർ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിടത്തു നിന്ന് കുഞ്ഞുങ്ങളെ വലിച്ച് പുറത്തിട്ടിട്ടാണ് ഇതിന്റെ ഫിറ്റ്നസ് കട്ട് ചെയ്തത്. അപ്പൊ അതിന് ഫിറ്റ്നസ് ഇല്ലായിരുന്നു. ഇപ്പൊ അതിന് ഫിറ്റ്നസ് ആയി. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾ കഴിഞ്ഞ വർഷം വരെ അവിടെ പഠിച്ചു. ഈ വർഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഇരുന്ന് പഠിക്കണം. എന്റെ 3 കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ 2 റൂം കറക്റ്റ് ആക്കി തരുവാണെങ്കിൽ പ്രൊഫഷണൽസ് നടത്തും, അല്ലെങ്കിൽ അതിന് ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഡിമാൻഡ് അതാ, ഈ 2 റൂം ഫിറ്റ്നസ് ആക്കി. PTA പ്രസിഡന്റിന്റെ എന്താണ്? ആ മുറിക്കകത്ത് ബാത്റൂമും കിച്ചണും മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. ബാക്കി 4 ക്ലാസ് റൂം, ടീച്ചർമാരുടെ ഓഫീസ് റൂം, പിള്ളേരുടെ ഡൈനിങ് ഹാള്, ഇതെല്ലാം അതിനകത്തായിരിക്കുന്നത്. ഒറ്റ ഹാളിനകത്ത്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് കുറെ അലമാരിയും കമ്പ്യൂട്ടർ വയ്ക്കാനെന്നുള്ള കുറെ ഡെസ്കും കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ എൻ്റെ കൊച്ചിൻ്റെ അടക്കം പിള്ളേരുടെ കാല് മുറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ രക്ഷിതാക്കൾ പറയാൻ ചെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടം വഴക്കാവും. എന്നാൽ ഇവർ കണ്ടിറങ്ങുന്ന അതെങ്കിലും ചെയ്യണ്ടേ? ഇവർ പഞ്ചായത്തിൽ നിന്ന് പറയുന്നുണ്ട് ഇത് പഞ്ചായത്തിൻ്റെ അസറ്റാണ്, പഞ്ചായത്തിൻ്റെ സാധനം തന്നെയാണ് എന്ന് പറയുകയും ചെയ്യും. പക്ഷേ എന്നാൽ പഞ്ചായത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യത്തുമില്ല. കഴിഞ്ഞ മീറ്റിങ്ങിന് പോലും പറഞ്ഞത് പ്രവേശനോത്സവം വരെയാണ്. അത്രയും ഭാഗത്തെങ്കിലും ഒരു ബിൽഡിങ്ങിന് പെയിന്റ് അടിക്കാനായിട്ട് 10,000 രൂപ ചോദിച്ചപ്പോഴും പറഞ്ഞ് പഞ്ചായത്തിൽ ഫണ്ടില്ല. അന്ന് നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം, അതിനും ഫണ്ടില്ല. ഈ ഫണ്ടെല്ലാം കൂടെ എന്തെടുക്കാന്ന് നമുക്കറിയത്തില്ല. നെയിം ബോർഡ് പോലും ഈ സ്കൂളിനില്ല. 60 ലക്ഷം രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് വെച്ചിട്ടുണ്ട്, ഒരു നെയിം ബോർഡ് പോലും അവർക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. കുട്ടനാട് MLA റജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പ്രവേശനോത്സവം നടത്താൻ സമ്മതിക്കുന്നില്ല എന്നാണ് എന്നോട് പറയുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ നമുക്ക് ആ വലത് സൈഡ് കാണുന്ന ആ ബിൽഡിങ്ങിൽ മാത്രമാണ് ഫിറ്റ്നസ് ഉള്ളത്. ഈ ഇടത് സൈഡിലുള്ള ഈ ഓടിട്ട ബിൽഡിങ്ങിൽ ഫിറ്റ്നസ് ഇല്ല. ഈ ഒരു ബിൽഡിങ്ങിൽ മാത്രം, ഈ ബിൽഡിങ്ങിലാണ് ഓഫീസ് റൂം ഉൾപ്പെടെയുള്ള ക്ലാസ് റൂം ഉൾപ്പെടെ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ 4 ക്ലാസ് 4ാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 4 ക്ലാസ് റൂമും ഓഫീസ് സ്റ്റാഫ്, അതുപോലെ ടീച്ചറുടെ സ്റ്റാഫ് റൂംസ് എല്ലാം കൂടി ഈ ഒറ്റ കെട്ടിടത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നീക്കുപോക്കൽ ചെയ്യാതെ, അതായത് കുട്ടികളുടെ ക്ലാസ് സെപ്പറേറ്റ് ചെയ്യാതെ ഇവിടെ പ്രവേശനോത്സവം നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് രക്ഷിതാക്കൾ പറയുന്നത്. രക്ഷിതാക്കൾ പ്രതിഷേധിക്കുകയാണ്. സ്കൂളിന് ഫിറ്റ്നസ് ഇല്ല എന്നാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് MLA? ഇത് ഞാൻ 1 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുള്ള അന്നേരമൊക്കെ ഇവിടുത്തെ MLA-യുടെ പരാതിയാണ് ഇവർ പറഞ്ഞിരുന്നത്. എല്ലാം പഞ്ചായത്ത് മുമ്പ് പുതിയ ഭരണം വന്നു. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിലെ UDF ഭരിക്കുന്ന പഞ്ചായത്തിനൊന്നും കാശ് കൊടുത്തിട്ടില്ല, ആരെങ്കിലും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പം പുതിയ ഞങ്ങളുടെ UDF ഗവൺമെന്റ് വന്നു. ഇങ്ങനെ പ്രശ്നം ഞാനിപ്പോൾ എൻ്റെ ഇതിൽ വിട്ടു. തീർച്ചയായിട്ടും ഇതിനുള്ള പരിഹാരം 48 മണിക്കൂറിനകം സ്കൂളിൻ്റെ പിള്ളേർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതിനുശേഷം ഇതേ കൂട്ട് പുതിയ ബിൽഡിംഗ് പണിയാനുള്ള കാര്യങ്ങളിലോട്ട് മുമ്പോട്ട് പോകും. അതിനുശേഷം മാത്രം പ്രവേശനോത്സവം നടത്താൻ അല്ല. ഈ 2 റൂമിന് ഇപ്പോൾ 2 റൂമുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത റൂമുകളാണത്. അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. 48 മണിക്കൂറിനുള്ള പ്രശ്നത്തെ തീർച്ചയായിട്ടും പരിഹരിക്കും.